നമസ്കാരം, വണക്കം, സസ്രിയക്കാൾ. ഞാൻ നിങ്ങളുടെ മോട്ടിഫൈൻഡർ. ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു മൂവിയുടെ ഒരു ചെറിയ റിവ്യൂ ആയിട്ടാണ്. ഡിമോണ്ടി കോളനി 2014 റിലീസായത്, 2015 റിലീസായ ഒരു മൂവിയാണ്. നല്ല അടിപൊളി മൂവിയാണ്, ഹൊററാണ്. നല്ല റിയലിസ്റ്റിക് ആയിട്ട് പുതുമുഖങ്ങളെ മാത്രം വച്ചുകൊണ്ട് അജയ് എന്ന് പറഞ്ഞൊരു സംവിധായകൻ എടുത്ത മൂവിയാണ്. അതിനകത്ത് എസ് ചിന്നയുടെ മ്യൂസിക് സ്കോർ എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ്. ഹൊററായിട്ടെന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അതായത് പേടിക്കാൻ വേണ്ടി നമ്മൾ ഹൊറർ മൂവി കാണുന്നത്. അപ്പം പേടിക്കാൻ പറ്റിയൊരു സാധനമാണിത്. പക്ഷെ അത് നടന്നൊരു സംഭവമാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡിമോണ്ടി കോളനി ഞാൻ ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അവിടെ പോയിരുന്നു. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളതും അറിയാം, അങ്ങനെ ഒരു വീടുണ്ടെന്നും അറിയാം. അതുകൊണ്ട് ഡിമോണ്ടി കോളനി സെർച്ച് ചെയ്ത് പോണവർക്ക് പോവാം. പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ ഈ കഥ എടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ്. ഡിമോണ്ടി കോളനി 2015 ആദ്യം കാണുക. അപ്പോൾ അത് സൂപ്പർ മൂവിയാണ്. പക്ഷേ ഐ ഫീൽ നെക്സ്റ്റ് 2024 ഈ സെയിം സംവിധായകൻ തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഒരു മൂവി എടുത്തു. അത് മേ ബി നെഗറ്റീവായിട്ട് പറയുന്നത് വേറല്ല, നല്ല മൂവിയാണ്, കുഴപ്പമില്ല. പേടിക്കാനുള്ള ഒന്നും അതിനകത്തില്ല. എനിക്കത് ഫീൽ ചെയ്തില്ല. കാരണം ഞാനൊരു മൂവി ലവറാണ്. അതായത് ഒരു ദിവസം മിനിമം 5 മൂവിയെങ്കിലും ഞാൻ കാണുന്നത് രാത്രി തന്നെ ആയിരിക്കും. മേ ബി ആരതും പറയാൻ പാടില്ല, ഡ്രഗ് അഡിക്റ്റ് ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ രാത്രി ഫുള്ളിരുന്ന് ഇങ്ങനെ കാണും. മൂവീസ് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടേയിരിക്കും. അതായത് രാത്രി 10 മണി മുതൽ രാവിലെ ഒരു 6 മണി വരെ ഇരുന്ന് കാണും. അതാണ് എൻ്റെ ഒരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതില് അതേപോലെ കണ്ടപ്പോൾ ഡിമോണ്ടി 2 C5 അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ സാംസിയുടെ മ്യൂസിക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. പൊന്നു സാമേട്ടാ, ഞാൻ പറയാലോ, താങ്കളുടെ ഒരുപാട് ഫാനാണ് ഞാൻ. നല്ല അടിപൊളിയായിട്ട് എടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. മുറാക്ക എന്നുള്ള നമ്മുടെ പാട്ടൊക്കെ നല്ല അടിപൊളി പാട്ടായിരുന്നു. പ്രഭുദേവ നല്ല അടിച്ചു പൊളിച്ചൊക്കെ ഡാൻസ് ചെയ്തതും ആ കൊച്ചിനെയൊക്കെ ഫേമസ് ആക്കിയൊക്കെ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ അതേ രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചോടുന്നു. ഫസ്റ്റ് മൂവി കണ്ടു കഴിഞ്ഞാൽ നിലവിൽ അതായത് 2015 ഇറങ്ങിയ ആ ടൈമില് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. മേ ബി സാങ്കേതികതയൊക്കെ വന്ന സ്ഥിതിക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രിയേറ്റ് ചെയ്ത മൂവി പോലെ എനിക്ക് തോന്നി ഈ സെക്കൻഡ് പാർട്ടില് എൻഡില് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു തേർഡ് പാർട്ട്. അപ്പോ ഈ എക്സ്പെക്ടേഷൻ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയാ, ബാഹുബലിയിൽ 1 കണ്ട പോലെ ബാഹുബലി 2 വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഇതിലങ്ങനെ കട്ട വെയിറ്റിംഗ് ഒന്നും എനിക്ക് തോന്നാൻ തോന്നുന്നില്ല. എങ്കിലും എല്ലാവർക്കും നല്ലത് വരട്ടെ. കാണാൻ താല്പര്യമുള്ളവർ കാണുക. കാരണം അവര് 80-90 കോടിയൊക്കെ മുടക്കി ചെയ്യുന്നവരാണ്. പക്ഷെ തമിഴ്നാടിനെ സംബന്ധിച്ച് അത് വലിയ കാര്യമൊന്നുമല്ല. അവർക്ക് 80 കോടി മുടക്കി കഴിഞ്ഞാൽ മിനിമം ഒരു ദിവസം ഓടിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 160 കോടിക്ക് മേളിൽ നല്ല പ്രൊഡ്യൂസറും കഴിവുള്ള ആളാണെങ്കിൽ അതൊക്കെ കിട്ടും. സോ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഡിമോണ്ടി കോളനി ഫസ്റ്റ് പാർട്ട് പൊളിയാണ്, എനിക്കിഷ്ടമാണ്. അത് അൺകട്ട് വേർഷൻ കാണാൻ ശ്രമിക്കുക. കട്ട് വേർഷൻ അല്ല, അൺകട്ട് വേർഷനിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് പൊളിയാണ്. പോയി സാവട എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്താ പറയാ, അത്രയ്ക്ക് മനസ്സിലങ്ങോട്ട് തട്ടും. കണ്ടു നോക്കുക, നല്ല മൂവിയാണ് ഡിമോണ്ടി കോളനി. എല്ലാം പുതുമുഖങ്ങളാണ്, ഒരാളെയും വലിയ പരിചയമൊന്നും ഉണ്ടാവില്ലായിരിക്കുമെങ്കിലും കണ്ടു നോക്കുക. നിങ്ങളുടെ മോട്ടിഫൈൻഡർ. താങ്ക് യു വെരി മച്ച്.